നല്ല നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തണ്ണീർക്കൊമ്പന് വേണ്ടി ഈ എപ്പിസോഡ് മാറ്റിവെക്കുകയാണ്. തണ്ണീർക്കൊമ്പനെ ഒരു ദിവസം കൊണ്ട് തന്നെ മലയാളിക്ക് പ്രിയപ്പെട്ടവനായി മാറി. കർണാടകയിലെ ഹാസൻ എന്ന് പറയുന്ന ജില്ലയിൽ നിന്നും നിരപരാധിയായ 20 വയസ്സുള്ള ഒരു തെറ്റും ചെയ്യാത്ത ഒരാനയെ കാപ്പിത്തോട്ടത്തിലിറങ്ങി വെള്ളം കുടിച്ചു, പൈപ്പിൽ നിന്നും വെള്ളം ദേഹത്തൊഴിച്ച് കളിച്ചു. കുറ്റവാ, അവൻ്റെ മേലുള്ള കുറ്റവാ. അവനെ അവിടെ നാട്ടിപ്പായിച്ചു, റീലൊക്കേറ്റ് ചെയ്തു. 2 ആഴ്ച മുമ്പ് മയക്കുവെടി തുരുതുര വെച്ചു. അതിനുശേഷം അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്നും അവനെ മാറ്റി ബന്ദിപ്പൂർ വനമേഖലയിൽ കൊണ്ടുവിട്ടു. സ്വാഭാവികമായി ആനകൾ താൻ ജീവിച്ച മണ്ണിൽ മാത്രമേ ജീവിക്കൂ. തൻ്റെ പിടിയാനകളോടും തൻ്റെ മക്കളോടും തൻ്റെ സുഹൃത്തുക്കളോടും ഒപ്പം മാത്രമേ ആനകൾ ജീവിക്കൂ. ആനകൾ വളരെയധികം അവരുടെ ആവാസ വ്യവസ്ഥയെ ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റൊരു സ്ഥലത്ത് അവർ ഒരിക്കലും അഡ്ജസ്റ്റ് ആവില്ല. ഇത് സംശയം ഉണ്ടെങ്കിൽ ആനിമൽ സൈക്കോളജിസ്റ്റോട് ചോദിക്കാം. ഇവിടെ കുറെ പൊട്ടന്മാരോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാടെന്താ, വനം എന്താ, ആന എന്താ, മൃഗം എന്താ, ഇതേക്കുറിച്ചൊന്നും അറിയാത്ത കുറെ മൃഗങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്ന് അവൻ തപ്പി നടക്കുക, തേടി നടക്കുക. തൻ്റെ ജന്മസ്ഥലം, തൻ്റെ ജന്മവീട്, തൻ്റെ പിടിയാനകൾ, തൻ്റെ കുഞ്ഞുങ്ങൾ, തൻ്റെ സുഹൃത്തുക്കളെ തേടി നടന്ന ഒരാന നടന്ന് 150 കിലോമീറ്റർ താണ്ടി പല പഞ്ചായത്തുകളും പല ജനവാസ മേഖലകളും കടന്ന് ആരെ ഉപദ്രവിക്കാതെ, ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാതെ അറിയാതെ മാനന്തവാടിയിൽ എടവക പഞ്ചായത്തിലെത്തി. അവിടെ ആരെയും ഉപദ്രവിച്ചില്ല. ദേഹത്ത് മണ്ണിട്ട് കളിച്ചു. വളരെ സൗമ്യനായിരുന്നു, ശാന്തശീലനായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പത്രങ്ങൾ ഇന്ന് എഴുതിയത് അവിടെ ആൾക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, വൻ ഭീതി വളർത്തി. ഈ ലൈവ് കണ്ടവരെല്ലാവരും അവിടെ ഒരു ഭീതി ആരും വരുത്തിയില്ല. അവിടുത്തെ നാട്ടുകാർ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. ഇന്ന് പത്രങ്ങളൊക്കെ എഴുതും, അവരുടെ ലക്ഷ്യം വേറെയാണ്. അവർ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ നമ്മളൊക്കെ പൊട്ടന്മാരാണല്ലോ. അത് പഴയ കാലത്ത് പത്രങ്ങളൊക്കെ എഴുതുന്നത് നമ്മൾ വിശ്വസിക്കുമായിരുന്നു. ഇന്നത്തെ കാലത്ത് പത്രങ്ങൾ എഴുതുന്നത് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ അത്ര കൊഞ്ഞാണ്ടന്മാരൊന്നുമല്ല. ഇപ്പൊ തന്നെ അരിക്കൊമ്പനോ കോതയാറിൽ സുഖമായിരിക്കുന്നു, അവൻ ഹാപ്പിയാണ്. ആനക്കൂട്ടത്തോടൊപ്പം അവൻ ഹാപ്പിയായിട്ട് അടിച്ചുല്ലസിച്ച് അവൻ ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൽ എന്ന പാട്ട് പാടി നടക്കുകയാണ്. ഇന്നലെ അവൻ ഐസ്ക്രീം കഴിച്ചിട്ട് പോകുന്നത് കണ്ടു. ഇന്നലെ അവൻ പുതിയ ഭാര്യയുമായി അവൻ വാലിബൻ കൊണ്ടുവച്ച് പോകുന്നവരെ കണ്ടു എന്ന് പറയുന്ന അവരോട് ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ഒരു വീഡിയോ തരാമോ? നിങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം അങ്ങനെ ഒരു സംഭവം നടക്കില്ല. ബോധവും വിവരമുള്ളവർക്കറിയാം. ആനിമലിനെ കുറിച്ച് പഠിക്കുന്ന, പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് ഇതറിയാം. 99% ആൾക്കാർക്ക് അറിയില്ല. ഒരാനയും തൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ മരണം വരെ അസ്വസ്ഥനായിരിക്കും. അവൻ്റെ ജന്മദേശത്ത് അവൻ്റെ പിടിയാനകളോടും അവൻ ജീവിച്ച് അധിവസിച്ച പ്രദേശം കാണാതെ അവൻ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കില്ല. മരണം വരെ അവൻ തേടിക്കൊണ്ടിരിക്കും തൻ്റെ വീട്, തൻ്റെ പ്രദേശം, തൻ്റെ കൂട്ടുകാർ, തൻ്റെ കുടുംബാംഗങ്ങളെ അവൻ തേടിക്കൊണ്ടിരിക്കും. മനുഷ്യന് മാത്രമല്ല കുടുംബമുള്ളത്. ആ സാധു ജീവി അരിക്കൊമ്പനോടെ ഭംഗിയെ ജീവിക്കുന്നു എന്ന് പറഞ്ഞ ഈ വ്യാജ ഫോട്ടോ പണ്ടിട്ട ഒരു പാർട്ടിയായി പറഞ്ഞത് പിൻവലിച്ചോണ്ട് ഓടി. ഇതൊക്കെ അഴിവാശിയാണ് മനുഷ്യരെ. ഇതെല്ലാം ഇവർ ഛർദ്ദിക്കുന്നത് മൊത്തം പത്രത്തിൽ ഇങ്ങനെ അടിച്ചു തരികയാണ്. ഇതെല്ലാം തൊണ്ട തുടങ്ങാതെ വിഴുകാൻ നമ്മളെല്ലാം മന്ദബുദ്ധികൾ, ഇവർ കുറച്ച് ബുദ്ധിമാന്മാർ. ഞാൻ ഈ പറഞ്ഞവർക്കൊക്കെ കുറെ പുസ്തകം തരാം. ആനിമലുമായി ബന്ധപ്പെട്ട കുറെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറെ പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. ഒന്ന് വായിച്ചിട്ട് പറയണം. നിങ്ങൾ ഈ ഛർദ്ദിക്കുന്നതൊക്കെ സാധാരണക്കാരൊക്കെ വിശ്വസിക്കുന്നേ. ഞങ്ങളെ അതിന് ആ കൂടെ കൂട്ടണ്ട. ഇവിടെ ഇന്നലെ മാനന്തവാടിയിൽ എടവക പഞ്ചായത്തിൽ ഇറങ്ങി ആന നിശബ്ദനായി, ആരെ ഉപദ്രവിക്കാതെ നിശബ്ദനായി നിന്ന ആനയെ കുറിച്ചാണ് ഇന്നൊരു പത്രം എഴുതിയത്. അയ്യോ, ഇവൻ ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ. ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങൾ വിശ്വസിക്കാം. ഞങ്ങൾ ലൈവ് കണ്ടവരാണ്. ഈ കേൾക്കുന്ന നിങ്ങളും കണ്ടതല്ലേ. ആ ആനയെ 100ാം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ആന 2 ആഴ്ച മുമ്പ് മയക്കുവെടി വെച്ച ആനയല്ലേ. വീണ്ടും ഒരു മയക്കുവെടി താങ്ങാൻ അതിന് പറ്റില്ല എന്ന് ഏത് പൊട്ടന അറിയാത്ത? അതിന്റെ പിണ്ഡം പരിശോധിക്കണം. 3 ദിവസത്തിനുള്ളിൽ 100ാം പ്രഖ്യാപിച്ചവിടെ ആരെ അടുപ്പിക്കരുത്. തമിഴ്നാട് അരിക്കൊമ്പനെ കമ്പത്തുനിന്ന് റീലൊക്കേറ്റ് ചെയ്തപ്പം ക്യാമറക്കാരൻ അവിടെ ചെന്നായിരുന്നോ? ആ പ്രദേശത്ത് അടുപ്പിച്ചില്ല.
ഇവിടെയാണല്ലോ പിന്നെ എല്ലാവർക്കും അടുക്കള വരെ കൊണ്ട് ക്യാമറ വെക്കാൻ, ബാത്റൂമിൽ വരെ കൊണ്ട് ക്യാമറ വെച്ച് നോക്കാമല്ലോ എന്തൊക്കെ നടക്കുന്നെന്ന്. ഇവിടെയല്ലേ അതിന് സ്വാതന്ത്ര്യമുള്ളൂ. ആ ആന ഇത് താങ്ങുമോ ഈ മയക്കുപിടി? അതുപോലെ ആനയെ മയക്കുപിടി വെക്കാൻ ആനയുടെ ശരീരം അതിനുള്ള ഉതകുന്നതാണോ എന്ന് പരിശോധിക്കണ്ടേ? ചുമ്മാ ചെല്ലുക, പടക്കം വെടിവെക്കുക, ഷൈൻ ചെയ്യാൻ. ഈ വെച്ചതാരാണ്? ഒരു ബയോളജിസ്റ്റ്. നോ സാർ, SOP എന്നൊരു സാധനം അറിയാം നിങ്ങൾക്ക്? SOP. അപ്പോ ഈ SOP എന്ന് പറയുന്ന സാധനം എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിൽ പറയുന്നുണ്ട് 5 മണിക്ക് ശേഷം മയക്കുപിടി വെക്കാൻ പാടില്ല, ഡാർട്ട് ചെയ്യാൻ പാടില്ല. കേട്ടോ? ബയോളജിസ്റ്റ് വെടിവെക്കാൻ അവകാശമില്ല. ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. എപ്പോഴാണെന്നറിയാവോ? ആന ജനങ്ങളെ കൊന്ന് പരിഭ്രാന്തി സൃഷ്ടിച്ച് നാശനഷ്ടം വരുത്തി കൊലവിളി നടത്തുന്ന ഒരു ആനയെ ആർക്കും വെടിവെക്കാം. ഇവിടെ നിശബ്ദനായി, നിരപരാധിയായി, നിഷ്കളങ്കനായി, ആരെ ഉപദ്രവിക്കാതെ സൗമ്യനായി, ശാന്തശീലായി നിന്ന ഒരു ആനയ്ക്കിട്ട് മേൽ വെടിവെച്ചിരിക്കുക. എന്നിട്ട് കുങ്കിയാനെ കൊണ്ട് കുത്തി അകത്ത് കയറ്റി. ഒരു സാമാന്യ ബുദ്ധിക്ക് ചോദിച്ചോട്ടെ, ആ ആന 15 മണിക്കൂറായി വെള്ളം കൊടുത്തായിരുന്നു. ഈ മയക്കുപടി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ശരീര ഊഷ്മാവ് കൂടും. ശകലം വെള്ളം. നിങ്ങളായിരുന്നല്ലോ സ്ഥാനത്ത്. ഇനി 15 മണിക്കൂറിന് മുമ്പ് വന്ന ആന അതിന് മുമ്പുള്ള മണിക്കൂറുകളിൽ വെള്ളം കുടിച്ചിട്ടില്ല. കാരണം ആനയ്ക്ക് എവിടെയാണ് വെള്ളം കിട്ടുന്നതെന്ന് അറിയില്ല. ആന അധിവസിച്ച സ്ഥലത്ത് നിങ്ങൾക്കറിയാം എവിടെ വെള്ളം കിട്ടുമെന്ന്. ഇവിടെ ഇന്ന് വരെ കാണാത്തൊരു പ്രദേശത്ത് ആന എങ്ങനെ വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കും? ആ ആനക്കിട്ടാണ് പണി കൊടുത്ത് അങ്ങ് വിട്ടിട്ട്, എന്നിട്ട് ഇപ്പൊ പറഞ്ഞ ഹൃദയാഘാതം സ്ഥിരം പല്ലവിയാ. ഹൃദയാഘാതം മൂലം ആന മരിച്ചു. കാർഡിയക് അറസ്റ്റ് ആയിരുന്നു. ഓട്ടോറിക്ഷ ഇടിച്ച് ചത്തെന്ന് പറയാനൊരു ഭാഗ്യം. നിങ്ങളുടെ വിവരമില്ലായ്മ കൊണ്ട് നിങ്ങളുടെ ഓപ്പറേഷൻ പാളി, അതിനെ കൊലയ്ക്ക് കൊടുത്തു. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക മെഡിക്കൽ വിഭാഗം എന്ന് റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. ഞങ്ങൾ ആവശ്യപ്പെടും. ഇവിടെ ED അന്വേഷിക്കണം. കേരളത്തിലെ ആനകൾക്കും വന്യമൃഗങ്ങൾക്കും കാടിനും വേണ്ടി കോടാനുകോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് എവിടെയോട്ട് പോണു? വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ വനത്തിനകത്ത് അക്കേഷ്യയും അധിനിവേശ മരങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ട് പെരുമ്പാവൂർ കൊണ്ട് വിൽക്കാനുള്ളതല്ല. അവിടുത്തെ കാട് കയ്യേറുന്നവരെ, അവിടെ ടൂറിസത്തിന്റെ പേരിൽ തോന്നിവാസം കാണിക്കുന്നവരെ, കയറ് കെട്ടി കാട് കയ്യേറി പിന്നെ പട്ടയം മേടിക്കുന്നവരെ, അവിടെ ഇവരെയൊക്കെ ഓടിക്കണം. വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ വനം സംരക്ഷിക്കാനുള്ള വകുപ്പാണ്. അതല്ലാതെ ഇത്തരം തോന്നിവാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള വകുപ്പല്ല. യാതൊരു വനത്തെക്കുറിച്ചോ പരിസ്ഥിതിയെക്കുറിച്ചോ എൻവയോൺമെന്റിനെ കുറിച്ചോ എക്കോ ബാലൻസിനെ കുറിച്ചോ അറിയാത്ത കുറച്ച് പേര് ഉദ്യോഗസ്ഥന്മാരായിരിക്കുകയാണ്. ഞങ്ങളുടെ നികുതിപ്പണം ഞങ്ങൾ നൽകുന്നത് ഞങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ. അതുവഴി വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുടെ മനുഷ്യർ മരിക്കുന്നു. അപ്പോ കാടിനകത്ത് ഈ ജീവികൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഡിസ്റ്റർബൻസ്. അവരെ വെടിവെക്കുന്നു, തീയിടുന്നു. അവിടെ കഞ്ചാവ് കൃഷി, അവിടെ കയ്യേറ്റം, അവിടെ റിസോർട്ട് മാഫിയ. അതിനൊക്കെ അവിടെ ഭക്ഷണമില്ല, വെള്ളമില്ല. പിന്നെ എങ്ങനെ അതുങ്ങൾ കാടിനുള്ളിൽ നിൽക്കും? ഒരിക്കലും ഒരു വന്യജീവിക്കും കാട് വിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. നിവൃത്തികേട് കൊണ്ട്, വിശപ്പ് കൊണ്ട് ഇറങ്ങി വരുന്നതാ. ഇതിനൊന്നും സാർ റോക്കറ്റ് കണ്ടുപിടിച്ച സയൻസ് അറിയണ്ട സാർ. ഇങ്ങനെ നമ്മുടെ പരിസ്ഥിതി നശിപ്പിച്ചാൽ ഭാവി തലമുറയ്ക്ക് ഈ പരിസ്ഥിതി, ഈ പ്രകൃതി നമ്മൾ എങ്ങനെ കൈമാറും? എല്ലാവർക്കും പനി, എല്ലാവർക്കും ചുമ, എല്ലാവർക്കും ക്യാൻസർ, എല്ലാവർക്കും അസുഖം. കാരണം എന്താ സാർ? പരിസ്ഥിതി നശിപ്പിച്ചിട്ട്. 5 വർഷം മുമ്പാണ് ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടേനെ. നിർഭാഗ്യവശാൽ 5 വർഷത്തിനുള്ളിൽ കുറേ പരിസ്ഥിതി പുസ്തകങ്ങൾ, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങൾ ഞാൻ വായിച്ചു പോയി. അതുകൊണ്ടാണ് എൻ്റെ ധാർമ്മിക രോക്ഷം. ഇതെല്ലാവർക്കും അറിയില്ല. 99% ആൾക്കാർക്കും പരിസ്ഥിതിയെക്കുറിച്ച് അറിയില്ല. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. ഇവിടെ ഒരു ഉറുമ്പ് പോലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പ്രകൃതിയാണ് സത്യം. ആ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശത്തോടെയാണ്. അത് മനസ്സിലാക്കുക. പ്രാണവായു കാടിൽ നിന്നല്ല ലഭിക്കുന്നത്. നമ്മൾ ഇവയെല്ലാം വന്യമൃഗങ്ങളും എല്ലാം നശിപ്പിച്ച് മനുഷ്യരെങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കും? നോക്കൂ, ഈ തണ്ണീർ കൊമ്പനെ കാണിച്ച ക്രൂരത. ഒരാള് മസ്തിഷ്കത്തിലൂടെ എറിയുന്ന ഇന്നലെ ആ ഫോട്ടോ ഈ കൂടെ കാണിക്കാം. ഇവർക്കൊക്കെതിരെ കൊലക്കൂട്ടത്തിന് കേസെടുക്കണം. ഏതറ്റം വരെ ഞങ്ങൾ പോകും.
ഏതറ്റം വരെ പോകും? നിയമം, ബഹുമാനപ്പെട്ട കോടതികൾ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. ഇവിടെ നടക്കുന്നത് എന്താണ്? എന്ത് തോന്നിവാസമാണ് ഇവിടെ നടക്കുന്നത്? നമ്മുടെ നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ വനം സംരക്ഷിക്കണം, വനത്തിനകത്തുള്ള ജീവികളെ സംരക്ഷിക്കണം എന്നതിന്റെ അർത്ഥം. അവയ്ക്ക് അവിടെ ഭക്ഷണമില്ല. അവിടെ തൊട്ടാവാടി കമ്മ്യൂണിസ്റ്റ് വച്ച അവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. കാടിനകത്ത് മരുന്നടിക്കുന്നു. കൃഷിയായിട്ട് വലിയ വലിയ രോഗികൾ കാടിനകത്ത് പുല്ലുകൾ കത്തിച്ച് കളയുന്നു. പിന്നെ അതുങ്ങൾക്ക് ഭക്ഷണം എവിടുന്ന്? ഉത്തരം എന്താ? അതുവഴി അതുങ്ങൾ ജനങ്ങളുടെ വാസമേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ വന്യമൃഗങ്ങളിൽ നിന്നും പള്ളിയിലെ ചെന്ന സ്വഭാവം പ്രതീക്ഷിക്കാൻ പറ്റുമോ? അപ്പോ സ്വാഭാവികമായിട്ട് അക്രമം അവിടെ ഉണ്ടാകും. മനുഷ്യരാണ് മരിക്കുന്നത്. ഇത് മനുഷ്യന് വേണ്ടി പറയുന്നതാണ്, പാവപ്പെട്ട മനുഷ്യർ. അപ്പൊ ഇതിനൊന്നൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കോടാനുകോടി രൂപയാണ് ഓരോ വർഷം കൊടുക്കുന്നത്. എവിടെ ED അന്വേഷിക്കണമെന്ന് ഈ സംഘടനകൾ മുഴുവൻ പരിസ്ഥിതി സംഘടനകളും ആവശ്യപ്പെടാൻ പോവുകയാണ്. ലെറ്റർ പരാതി കൊടുക്കും എന്നാണ് ഞാൻ അറിയുന്നത്. ഈ തണ്ണീർക്കൊമ്പന്റെ മരണം അതന്വേഷിക്കണം. ഇവരുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമേ അവർ അങ്ങനത്തെ മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കത്തുള്ളൂ. ഏതായാലും അത്ഭുതം, ആന ഓട്ടോറിക്ഷ അടിച്ച് മരിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ, അത്ഭുതം. നമ്മളെല്ലാം കണ്ടതല്ലേ ഒരു പാവാന 150 കിലോമീറ്റർ നടന്നു വന്ന ആനയ്ക്കാണോ ആരോഗ്യ പ്രശ്നം? നമ്മൾ കണ്ടതല്ലേ നല്ല ചുള്ളനായിട്ട് അവിടെ നിന്ന് നല്ല കൊഴുത്തൊരാന, ഒരു പ്രശ്നമില്ലാതെ നിന്നൊരാന. ആരെയൊന്നും ഒരു കുഞ്ഞ് ഒരു നായയുടെ പോലും സൗകര്യം അതിന് കാണിച്ചില്ല. അതിനോടാണ് ഈ ക്രൂരത കാണിച്ചിരിക്കുന്നത്. 5 മണിക്ക് ശേഷം ഡാറ്റ് ചെയ്തെന്ന് അറിയില്ല സാർ നിങ്ങൾക്ക് SOP പ്രകാരം? 144 പ്രഖ്യാപിച്ചാൽ അവിടെ ആരെ അടുപ്പിക്കരുത് നിങ്ങൾക്ക് അറിയില്ല സാർ? 2 ആഴ്ച മുമ്പ് മയക്കുവെടി കിട്ടിയ ഒരു ആന വീണ്ടും ഒരു മയക്കുവെടി വെക്കുമ്പോൾ അതിന് അതിന്റെ ആയുസ് കിട്ടുമോ, അതിന്റെ ജീവൻ നിലനിർത്താൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാൻ പിണ്ടം പരിശോധിക്കണ്ടേ സാർ? നിങ്ങളൊക്കെ പിന്നെ എന്നാ ഉദ്യോഗസ്ഥരാ? ഒരു ബയോളജിസ്റ്റാണ് വെടിവെക്കാൻ എവിടെയാണ് അധികാരം സാർ? പറഞ്ഞൊന്നും താ. ഞാൻ SOP കണ്ടില്ലത്. നിങ്ങളെല്ലാം കൂടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. അതിന് കുറെ ആൾക്കാർ സൈഡ് നിൽക്കുകയാണ്, കുറെ മാഫിയ, കുറെ കയ്യേറ്റക്കാർ. ഒരുത്തൻ പറഞ്ഞതെന്നാണ് ഇതിനൊക്കെ വെടിവെച്ച് കൊല്ലണമെന്ന്. നിന്നെയാണ് ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത്. നിന്നെ പോലെയുള്ള സാമൂഹ്യ ദ്രോഹികളാണ് ഈ രാജ്യത്തിന്റെ ഭാരം. പരിസ്ഥിതിയും അന്തരീക്ഷവും പ്രകൃതിയെ നശിപ്പിച്ചിട്ട് മനുഷ്യരങ്ങ് ജീവിക്കും, മനുഷ്യരങ്ങ് ഒലത്തും. അതിനൊക്കെ കുറച്ചൊക്കെ പുസ്തകങ്ങൾ വായിക്ക്. പണം 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 എന്ന് പറഞ്ഞ് അങ്ങോട്ട് അകത്ത്. എന്തിനാ ഈ പണം? ചാകുമ്പോൾ കൊണ്ടുപോകാനോ? ലോകത്തൊരു ജീവിയും പണം സമ്പാദിച്ചിട്ടില്ല. ഒരു ജീവിയും ഒരു വീടും വെച്ചിട്ടില്ല. ഞാനും നിങ്ങളുടെ മനുഷ്യരാണ് ഇതൊക്കെ സമ്പാദിച്ചത്. വല്ല ഫലമുണ്ടോ? ചാകുമ്പോൾ വല്ലതും കൊണ്ടുപോകുമോ? എല്ലാ ജീവികളും ജനിക്കുന്നതൊന്നുമില്ലാതെ, എല്ലാ ജീവികളും മരിക്കുന്നതൊന്നുമില്ലാതെ എന്ന് കേട്ടിട്ടില്ലേ? അയ്യോ കഷ്ടം, എന്തൊരു നാടാണിത്. കുറെ മന്ത്രി പറയുന്നത് കേട്ടായിരുന്നോ? എൻ്റെ ബന്ധു മരിച്ച പോലെയാന്ന്. പ്രിയപ്പെട്ട മന്ത്രി, അങ്ങയുടെ ബന്ധു 2 ആഴ്ച മുമ്പ് മയക്കുവെടി വെച്ചൊരു ബന്ധുവിനെ താങ്കൾ കഴിഞ്ഞ ദിവസം വീണ്ടും മയക്കുവെടി വെക്കുമായിരുന്നു. എന്തിനാണ് ഇതൊക്കെ? എന്തിനാണ് ഈ പ്രഹസനം? ആരോടാണ് ഈ പറയുന്നത്? നല്ല ആക്ടിങ് ആണ്, നല്ല അഭിനയമാണ്. ഇങ്ങനെ കാടും വന്യമൃഗങ്ങളെയും പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. വിദേശത്തെ കാണുമ്പോൾ ഒരു കരിയില കത്തിക്കാൻ പറ്റുമോ? ഒരു കരിയില വിവരം അറിയും. വിദേശത്ത് പോയി ഒരു പക്ഷിയുടെ ദേഹത്ത് പിടിക്കാൻ പറ്റും, വിവരം അറിയും. ഇവിടെയാണ് മുഴുവൻ നശിപ്പിച്ച് കാലാവസ്ഥ മാറി, ചൂട്, കാലാവസ്ഥ വ്യതിയാനം, പ്രകൃതിയെ നശിപ്പിച്ചിട്ട് കടലാസ് കത്തിക്കുന്നു, പ്ലാസ്റ്റിക് കത്തിക്കുന്നു, ചതുപ്പ് നിലം മണ്ണിട്ട് മൂടുന്നു, മലകൾ ഇടിച്ച്. എന്നതാ പറയുന്നത്? എവിടെയാലും സിലബസിൽ സാർ എൻവയോൺമെന്റിനെ കുറിച്ച് കുറച്ച് പുസ്തകങ്ങൾ, കുറെ സിലബസ് ഉൾക്കൊള്ളിച്ച് പുതിയ തലമുറയിൽ ഇത് കണ്ട് പഠിക്കട്ടെ. നമ്മുടെയൊക്കെ കാലം കഴിയാറായി. ഇവിടെ എന്താ നടക്കുന്നത്? എന്ത് തോന്നിയവാസമാണ് നടക്കുന്നത്? മേനകാഗാന്ധി പറഞ്ഞു കേട്ടില്ലേ, 2 ആഴ്ച കൂടുമ്പോൾ ഒരു ആനയെ വെച്ച് കേരളം കൊല്ലുവാന്ന്. അയ്യോ, ഇവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് കേട്ടിട്ടുണ്ടോ? എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഓശാന പാടുക. ഇപ്പൊ തണ്ണീർക്കൊമ്പൻ മരിച്ചത് എങ്ങനെയാ? ഹൃദയാഘാതം മൂലം. ഹൃദയാഘാതം എങ്ങനെയുണ്ടായി? അതിന് ഉത്തരം പറഞ്ഞ. ചുമ്മാ ഇരിക്കുമ്പോൾ ഹൃദയാഘാതം ഉണ്ടാവുമോ? സമ്മർദ്ദം, പ്രഷർ. പാവം ആ ആനയുടെ പ്രാക്ക് എവിടെ കൊണ്ട് തീർക്കും? മിണ്ടാപ്രാണിയുടെ പ്രാക്ക് എവിടെ കൊണ്ട് തീർക്കും? എന്നിട്ട് ആന ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്നലെ മുതൽ
ജനങ്ങളെ ഭീതിയിലാഴ്ത്തി, ഉദ്യോഗസ്ഥന്മാരെ ഓടിച്ചു, ഒരു പത്രം എഴുതിയിരിക്കുക. നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം. പണ്ട് മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കായിരുന്നു, പത്രത്തിൽ വരുന്ന മുഴുവൻ അപ്പാടിയൊക്കെ വിഴുങ്ങുമായിരുന്നു. ഇന്നത്തെ കാലത്തെ ഇതൊന്നും നടക്കുകയല്ല. ലൈവ് കണ്ടവരല്ല. ആന പോയിട്ട് ആ മാനന്തവാടിയിലെ ജനങ്ങൾ കരയുക. ഒരു ദിവസമേ അവർക്ക് പരിചയമുള്ളൂ. കുങ്കിയാനകളെ കൊണ്ട് കുത്തി കയറ്റിച്ചു. എന്ത് പറയാൻ? ആരോട് പറയാൻ? ആര് കേൾക്കാൻ? ഞാൻ അവസാനിപ്പിക്കുക. അധികം പറഞ്ഞാൽ രോഷം കൂടും. കാരണം ഞാൻ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയുമായി ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടാവും. എൻ്റെ രോഷം 5 വർഷം മുമ്പായിരുന്നെങ്കിൽ ഞാനും ഇതൊക്കെ അനുകൂലമായി നിന്നേ. പക്ഷെ ഇപ്പൊ അനുകൂലമായി നിൽക്കാൻ പറ്റില്ല. ED അന്വേഷിക്കണം. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ED അന്വേഷിക്കണം. ഈ തണ്ണീർക്കൊമ്പന്റെ മരണം, അതിന് ഉത്തരവാദികളെ ശിക്ഷിക്കണം. നിയമത്തിന്റെ ഏതറ്റം വരെയും പോകും. നിങ്ങൾ കണ്ടു അരിക്കൊമ്പൻ എവിടെ? അരിക്കൊമ്പന്റെ ഒരു വീഡിയോ. ഇതൊന്നുമില്ല. ഇതെല്ലാം കൂടി അങ്ങോട്ട് തൊട്ടതൊരാൾ ഞങ്ങൾ അങ്ങോട്ട് വിഴുങ്ങണം. ഞങ്ങൾ അത്ര മന്ദബുദ്ധികളല്ല. ഇതൊക്കെ പാവങ്ങള്. നിങ്ങൾ പറഞ്ഞ മുഴുവൻ വിശ്വസിക്കും. നിങ്ങൾ പറഞ്ഞ മുഴുവൻ വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല. ഞങ്ങൾക്ക് ചെയ്യാവുന്നത് നിയമപരമായി മാത്രമേ ഉള്ളൂ. നിയമപരമായി ഞങ്ങൾ നേരിടും. 1,00,000 പേർ വോട്ട് ചെയ്യില്ല ഈ അടുത്ത തെരഞ്ഞെടുപ്പ്. 1,00,000 പേർ. ഞങ്ങൾ ക്യാമ്പയിൻ തുടങ്ങാ. നമുക്ക് കാണാം. ഇതിൻ്റെ പേരിൽ എന്തും ത്യജിക്കാൻ ഞങ്ങൾ തയ്യാറാ. എല്ലാ മൃഗ സംരക്ഷണ ഗ്രൂപ്പുകളും, എല്ലാ പരിസ്ഥിതിവാദികളും, എല്ലാ ഗ്രൂപ്പും ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ജനാധിപത്യ രാജ്യത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ നിയമപരമായി ജനാധിപത്യത്തിലെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഇതിലെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ മുന്നോട്ട് പോകും. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയം കാണും വരെ നിങ്ങൾക്ക് നന്ദിയുണ്ടാകട്ടെ. ഞാൻ നിങ്ങളുടെ സ്വന്തം സജി. താങ്ക് യു സോ മച്ച്.